അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാത്തു. ആഷി ഉസ്താദ് പറഞ്ഞ കാര്യം അതെ റിസ്വാന വക്കീലിൻ്റെ ഉപ്പയോട്. അത് കേട്ടപ്പോൾ അദ്ദേഹത്തിന് അല്പം ഒരു സന്തോഷവും സമാധാനവും തോന്നി. എന്നാൽ തൻ്റെ മകൾക്ക് ഇത് ഇഷ്ടപ്പെടുമോ എന്നുള്ള കാര്യത്തിൽ അദ്ദേഹത്തിന് ചെറിയൊരു ടെൻഷനുണ്ടായിരുന്നു. എന്തൊക്കെ തന്നെയാലും മകളെ ഒന്ന് വിളിക്കാം എന്നു കരുതി അദ്ദേഹം ഫോൺ എടുത്തു. ഫോൺ ബെല്ലടിക്കുന്നു ഉപ്പയുടെ എന്നറിഞ്ഞപ്പോൾ അവളുടെ മനസ്സിൽ ചെറിയൊരു ടെൻഷൻ ഉണ്ടായി. റബ്ബേ, ആ കാര്യത്തെക്കുറിച്ച് എങ്ങാനും എന്തെങ്കിലും പറയാനായിരിക്കോ എന്ന് കരുതി. ഹലോ ഉപ്പ, അസ്സലാമു അലൈക്കും. മോളെ, വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാ. ഉപ്പാൻ്റെ കുട്ടിക്ക് സുഖല്ലേ? അതെ ഉപ്പ. ഉപ്പാൻ്റെ കുട്ടി ഒന്നിങ്ങോട്ട് പോരണോ? കാണാൻ പൂതിയായിരിക്കണ്. ഉപ്പാക്ക് ഇവിടെ തിരക്കും കാര്യങ്ങളൊക്കെ ആകുമ്പോൾ മോൾക്ക് ഇവിടുന്നും പഠിക്കാമല്ലോ. ഉപ്പ, എന്തോ ഉപ്പ പ്രത്യേകിച്ച്? ഒന്നുമില്ല, ഉപ്പാൻ്റെ കുട്ടീനെ ഒന്ന് കാണണം, അതുകൊണ്ട് തന്നെ. ആ പിന്നെ മോളെ. എന്നാൽ ആ ഒരു വാക്ക് കേട്ടപ്പോൾ തന്നെ മനസ്സിലായി അവൾക്ക് അത് ആ കല്യാണക്കാര്യത്തെക്കുറിച്ച് പറയുവാനാണെന്ന്. എന്നാൽ അവൾ പറയുന്നു, ഉപ്പ, വിവാഹക്കാര്യത്തെക്കുറിച്ചാണെങ്കിൽ ഉപ്പ എനിക്ക് ഇപ്പോൾ താല്പര്യമില്ലുപ്പ. ഉപ്പ എന്നോട് ക്ഷമിക്കണം. അത് പറഞ്ഞപ്പോൾ ആ പിതാവിൻ്റെ മുഖം വല്ലാതെയായി. മോളെ, അതൊന്നുമല്ല ഇത്. അല്ലപ്പാ, എന്തായാലും ഞാൻ എൻ്റെ ആഗ്രഹങ്ങളൊക്കെ നിറവേറ്റട്ടെ. ഉപ്പ, എനിക്കൊരിക്കൽ പോലും ഒരുപാട് പണവും പ്രതാപവും ജോലിയുമല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. ഞാൻ ദീനുള്ള ചെക്കനെയാണ് ആഗ്രഹിക്കുന്നത്. ദീനുണ്ടായിക്കഴിഞ്ഞാൽ ഉപ്പ, അവർ നമ്മളൊരിക്കലും കഷ്ടപ്പെടുത്തൂല. ദീനില്ലാത്തവരാണ് നമ്മളെ കഷ്ടപ്പെടുത്തുക, ബുദ്ധിമുട്ടിക്കുക. ഉപ്പ, അതുകൊണ്ട് എനിക്ക് ദീനുള്ള ചെക്കനെ മാത്രം മതി. മോളെ, പൊന്നു മോളെ, ഉപ്പാൻ്റെ കുട്ടിക്ക് ഉപ്പ ദീനുള്ള കുട്ടിയെ തന്നെ കണ്ടുപിടിക്കുള്ളൂ കേട്ടോ. ഉപ്പ, അല്ല മോളെ, ആ കല്യാണക്കാര്യം എൻ്റെ പ്രിയപ്പെട്ട ഉപ്പ, അത് മാത്രം പറയല്ലേ. അതിലെന്തൊക്കെയോ ചതികളുണ്ട് ഉപ്പ, ദുഹതകളുണ്ട്. അതെനിക്ക് നന്നായിട്ടറിയാം. മോളെ, എന്തായാലും ഉപ്പ ഒന്ന് അന്വേഷിക്കട്ടെ കേട്ടോ. വേണ്ടുപ്പ, അതിനെക്കുറിച്ച് അന്വേഷിക്കണം എന്നില്ല. എന്നാൽ അവൾക്ക് ഏറെക്കുറെ കാര്യങ്ങളെല്ലാം പിടികിട്ടിയതുപോലെ ഉപ്പ വിചാരിക്കുകയാണ്, എൻ്റെ മോളൊന്നുമില്ല, അതങ്ങനെ പറയൂല. എന്തായാലും ഉപ്പയായിട്ടൊരു ആളെ കണ്ടുപിടിച്ച് തന്നാലോ മോൾക്ക്. എന്നാൽ അത് കേട്ടപ്പോൾ അവൾക്ക് മൗനമായിരുന്നു. എന്താ മോളെ ഒന്നും മിണ്ടാത്തത്? ഉപ്പയായിട്ട് എൻ്റെ പൊന്നുമോൾക്ക് ഒരാളെ കണ്ടുപിടിച്ച് തരാം, അതിൽ മോൾക്ക് എതിരുണ്ടാവില്ലല്ലോ. എന്നാൽ അത് പറഞ്ഞപ്പോൾ ആ പിതാവിൻ്റെ വാക്കുകൾക്ക് എതിര് പറയാൻ അവൾക്ക് തോന്നിയില്ല. കാരണം ഒരിക്കൽ ഒരു കാര്യത്തിന് വേണ്ടി ഉപ്പയെ വിഷമിപ്പിച്ചു. ഇനിയും റബ്ബെ ഉപ്പയെ വിഷമിപ്പിക്കാന്ന് വെച്ചാൽ അത് പടച്ചോൻ പൊറുക്കൂല. അതുകൊണ്ട് തന്നെ അവൾക്കൊന്നും മിണ്ടാൻ കഴിഞ്ഞില്ല. മോളെ, മൗനത്തിൻ്റെ അർത്ഥം സമ്മതമെന്നാണല്ലോ. ഉപ്പാൻ്റെ കുട്ടിക്ക് ഉപ്പാൻ്റെ വകയായിട്ട് ഒരാളെ കണ്ടുപിടിച്ച് ഞാൻ തരാട്ടോ. എൻ്റെ കുട്ടിക്ക് ഇഷ്ടപ്പെട്ട മനസ്സിനിണങ്ങിയ ഒരു കുട്ടിയെ തന്നെ ആക്കിത്തരാം. മാത്രമല്ല ദീനിയായ കുട്ടിയും. തൻ്റെ പ്രിയപ്പെട്ട ഉപ്പയുടെ വാക്കിന് മുമ്പിൽ അവൾക്ക് എന്ത് പറയണമെന്നായിപ്പോയി. മോളെ, എന്തായാലും നമുക്ക് വൈകാതെ നിക്കാഹ് കഴിക്കണം. എൻ്റെ കുട്ടി ജഡ്ജിയോ എന്ത് വേണമെങ്കിലും ആകാം, അതൊന്നും പ്രശ്നമില്ല. പക്ഷേ ഉപ്പാൻ്റെ കാലം കഴിഞ്ഞതിന് മുമ്പ് ഒരാളെ കൈകളിൽ ഏൽപ്പിച്ച് കഴിഞ്ഞാൽ സമാധാനത്തോടു കൂടി കണ്ണടക്കാമല്ലോ. അതുകൊണ്ടാണ് മോളെ, ഉപ്പാൻ്റെ ഒരു ആഗ്രഹമല്ലേ. ഉപ്പാക്ക് എത്ര ആഗ്രഹമുണ്ട് നിന്നെ ഒരാളുടെ കയ്യിൽ ഇങ്ങനെ കൈപിടിച്ച് കൊടുക്കാൻ. കാരണം ഉപ്പാക്ക് വേറൊരാളെ കല്യാണം കഴിപ്പിച്ച് കൊടുക്കാമല്ലോ പൊന്നു മോളെ, അതുകൊണ്ടാണ് കേട്ടോ. ഉപ്പാനും കുട്ടി ഒന്നും വിചാരിക്കരുത്. എന്നാൽ റിസ്വാന വക്കീലിനെ ഉപ്പ ഫോൺ കട്ട് ചെയ്തപ്പോൾ തന്നെ അവൾ പൊട്ടിക്കരയുകയായിരുന്നു ചെയ്തിരുന്നത്. അതെ റബ്ബേ, അവൾ ഹൃദയം പൊട്ടിക്കരഞ്ഞു. റബ്ബേ, എനിക്ക് ഒത്തിരി ഇഷ്ടമാണല്ലോ സഫീറിനെ. എന്തെന്നറിയില്ല, നിരപരാധിയായി അവൻ ജയിലിൽ കിടന്നപ്പോഴും അതെ അവൻ്റെ ആ ഒരു സംസാരവും കാര്യങ്ങളും പക്വതയും എല്ലാം എന്നെ വളരെയധികം ആകർഷിച്ചിരുന്നു റബ്ബേ. എന്തെന്നറിയില്ല, അതിനിടയ്ക്ക് അവനോടൊരു ഇഷ്ടം എനിക്ക് തോന്നിത്തുടങ്ങി റബ്ബേ. അതുകൊണ്ട് തന്നെ പഠിച്ചോനെ മനസ്സിനുള്ളിലേക്ക് കയറി വന്നാണ്. അത് ഞാൻ എൻ്റെ ആശിസ്ഥാനോട് പറഞ്ഞതാണ്. പക്ഷെ ഉപ്പ ഇങ്ങനെ പറയുമ്പോൾ ഞാൻ ഇനിയും എതിർത്ത് പറയുന്നത് ശരിയല്ലല്ലോ അല്ലാ. അവൾ പടച്ചറബിനോട് കരഞ്ഞ് ദുആ ചെയ്തു. റഹ്മാനെ, അല്ലാ, നീ എന്നെ കൈവിടില്ല അല്ലാ. ഞാൻ ഒന്നും ആഗ്രഹിച്ചിട്ടില്ല ദുനിയാവിൽ. പക്ഷേ സഫീറിനെ കണ്ടപ്പോൾ മുതലേ എനിക്ക് തോന്നി റബ്ബേ, എൻ്റെ ജീവിതത്തിലേക്ക് പറ്റിയൊരാൾ അവൻ തന്നെയാണെന്ന്. അതുകൊണ്ട് എന്നാൽ റിസ്വാന വക്കീലിന്
കാര്യങ്ങളൊക്കെ ആലോചിച്ചപ്പോൾ ടെൻഷനായിരുന്നു. കാരണം അവൻ്റെ ജ്യേഷ്ഠനാണ് ജസീർ. ജസീർ എന്നെ കണ്ടാൽ കെട്ടണം, കല്യാണം കഴിക്കണം എന്ന് പറഞ്ഞ് നിൽക്കുകയാണ്. നിന്നെ ഞാൻ കെട്ടിക്കൊണ്ടുപോയി പീഡിപ്പിക്കും എന്നാണ് പറഞ്ഞത്. അതിലൊക്കെ എന്തൊക്കെയോ ദേഷ്യവും ക്രൂരതയും ഉണ്ട് എന്നെനിക്ക് മനസ്സിലാകുന്നുണ്ട്. പഠിച്ചവൻ നീ കാക്ക്. എന്നാൽ അവൻ്റെ വീട്ടിലെ സ്ഥിതിഗതികൾ അത് വളരെയധികം മോശമാണ്. പക്ഷേ സാരല്ല, എൻ്റെ ഉപ്പ എന്നെ ഒരിക്കലും കുഴിയിലൊന്നും ചാടിക്കില്ലല്ലോ. ഞാൻ ഈ ദുനിയാവിലേക്ക് വരാൻ കാരണക്കാരൻ എൻ്റെ ഉപ്പന്നല്ലേ. ആയിക്കോട്ടെ, ഉപ്പ പറഞ്ഞ ആ കാര്യത്തിന് ഞാൻ സമ്മതിക്കും റബ്ബേ. അത് എന്തൊക്കെ തന്നെയാലും വേണ്ടില്ല. ഒരു പക്ഷേ എൻ്റെ മനസ്സിന് തീരെ യോജിക്കാത്ത ആളായിരിക്കും. അതൊന്നും സാരല്ല റബ്ബേ, എൻ്റെ ഉപ്പയുടെ സന്തോഷം അത് മതി എനിക്ക്. അങ്ങനെ അവൾ മനസ്സിൻ്റെ ഉള്ളിൽ നിന്നും സഫീറിനെ പതുക്കെ അങ്ങ് മാറ്റുവാൻ വേണ്ടി ശ്രമിക്കുന്നു. സഫീർ, എന്നോട് ക്ഷമിക്കണം, എനിക്ക് ഒത്തിരി ഇഷ്ടമായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ ഉസ്താദിനോട് പറഞ്ഞത്. പക്ഷേ ഒരിക്കലും ഹലാലാകില്ല എന്ന് മനസ്സിൽ വിചാരിച്ചാൽ, അല്ലെങ്കിൽ ഹലാലാകില്ല എന്നറിഞ്ഞുകൊണ്ട് ഒരാളെ മനസ്സിൽ സൂക്ഷിക്കുന്നതൊന്നും ശരിയല്ലല്ലോ. സഫീർ, എന്നോട് ക്ഷമിക്കണം എന്ന് അവൾ സ്വമേധയാ പറയുകയായിരുന്നു. അത് അവളുടെ മനസ്സിൻ്റെ ഉള്ളിൽ അവനായിരുന്നു. ആ മുഖം പതുക്കെ അങ്ങ് മാറ്റിയെടുക്കുവാൻ അവൾ ഒരുപാട് പാടുപെട്ടു. കഴിയുന്നില്ല സഫീർ, നീയല്ലാതെ, നിൻ്റെ കൂടെ അല്ലാത്തൊരു ജീവിതം എനിക്ക് ജീവിക്കാൻ കഴിയുമെന്ന് തോന്നുന്നില്ല. പക്ഷേ എന്ത് ചെയ്യാം, സാരല്ല. എന്നാൽ അവൾ എല്ലാം തവക്കുലാക്കി പഠിച്ച റബ്ബിൽ, അല്ലാഹ് എൻ്റെ കാര്യം നീ ഏറ്റെടുക്കട്ടോ. പക്ഷേ എൻ്റെ ഉപ്പയെ ഒരിക്കലും വിഷമിപ്പിക്കാൻ എനിക്ക് പാടില്ല. എന്നാൽ പിറ്റേ ദിവസം ഒരു ഫോൺ കോൾ വരുന്നു. അത് ഉമ്മയായിരുന്നു. ഹലോ ഉമ്മ. മോളെ, അസ്സലാമു അലൈക്കും. ആഹാ, എന്തൊക്കെ? അല്ല, നിന്നോടൊരു ഉപ്പ ഇങ്ങോട്ട് വരാൻ പറഞ്ഞിരുന്നു, ആരോ പെണ്ണ് കാണാൻ വരുന്നുണ്ടെന്നോ അങ്ങനെയൊക്കെ പറഞ്ഞു കേട്ടിരുന്നല്ലോ. പിന്നെ അതിനു മുമ്പുള്ള ബിസിനസ്സുകാർ അതിപ്പോൾ വേണ്ടെന്ന് വെച്ചു അല്ലേ? ഉപ്പ പറഞ്ഞു എന്നോട് വേണ്ടെന്ന് വെച്ചു. അതെന്താ മോളെ? കുറച്ചൊക്കെ സാമ്പത്തികം നോക്കാൻ ഞാനും പറ്റൂല കേട്ടോ. നമുക്ക് എപ്പോഴും ഈ ഒരു സാമ്പത്തികം ഉണ്ടാകുന്നില്ല. പക്ഷേ നല്ലൊരു ജോലി മെച്യൂറായിട്ടുള്ള ആളുകളെന്ന് വെച്ചാൽ അവരെന്ന് വെച്ചാൽ സേഫ്റ്റി ആയിരിക്കും. ഉമ്മ, സേഫ്റ്റി മീൻസ് അല്ല, സാമ്പത്തികമായിട്ട് സേഫ്റ്റി ആയിരിക്കും. ബാക്കി പിന്നെ നമുക്ക് നമ്മളെ ഭാഗ്യം പോലെയാണ്. പിന്നെന്ന് വെച്ചാൽ അതിൻ്റേതായിട്ടുള്ള ആളുകളെയൊക്കെ കല്യാണം കഴിക്കണം എന്നാൽ പിന്നെ ഉണ്ടാകും. പക്ഷേ അങ്ങനത്തെ ക്യാഷ് കുറവായിരിക്കും. ക്യാഷ് കുറവുള്ള ദീനിയായി ജീവിക്കുന്ന ആളുകൾക്ക് ക്യാഷ് ഉണ്ടാവില്ല. അവർക്ക് പിന്നെ വല്ല പ്രസംഗവും കാര്യങ്ങളും അങ്ങനെയൊക്കെ ആയിട്ടുള്ള സംഭവം ഉള്ളവർക്ക് കുഴപ്പമില്ല. അല്ലാത്തവർ വെറും ഒരു ഇതുള്ളവർക്ക് അതൊന്നും നടക്കില്ല. പിന്നെ മോളെ, മറ്റേത് എന്താ, മോൾക്ക് ഇഷ്ടമാണെങ്കിൽ അതങ്ങനെ നടത്തല്ലായിരുന്നോ നല്ലത്? വേറെ പുതിയ ബന്ധത്തിന് താല്പര്യമില്ലായിരുന്നല്ലോ. എന്നാൽ വീണ്ടും പഴയതിലേക്കാണ് ഉമ്മ പോകുന്നത്. മോളെ, അവർ ബിസിനസ്സിൻ്റെ ആൾക്കാരും എല്ലാം കൂടി ആണല്ലോ. നമ്മൾ നമ്മുടെ കരിയറിനനുസരിച്ച് ഒന്ന് നോക്കണ്ടേ, എങ്കിലല്ലേ ഒന്ന് രണ്ടും കൂടി സെറ്റാവുള്ളൂ. അല്ലാതെ നീ ഇങ്ങനെ ഉമ്മ, ഇനി ആ പഴയതിനെ കുറിച്ച് പറയണ്ട ഉമ്മ. അല്ല, ഞാൻ പറയാമെന്ന് മാത്രം, ജസ്റ്റ് ഒന്ന് വിളിച്ച് ചോദിച്ചോക്കെ. വേണ്ടുമ്മ, ഇനി വിളിക്കണ്ട. എന്നാൽ ഈ സമയം ജസീറിൻ്റെ കൂട്ടുകാരൻ, അവളെ പെണ്ണ് കാണാൻ വന്ന അവൻ, എടാ ഒന്നുകൂടി പോവണ്ടേ, നീയാണ് അവളുടെ ഭർത്താവ്, മനസ്സിലായല്ലോ, നീയാണ് എല്ലാം, നീ നിക്കാഹും കഴിക്കണം. നിക്കാഹോ? അത് കുറച്ച് കടന്ന കൈയായി പോലെ. നിക്കാഹ് കഴിച്ചാൽ അവൾ എൻ്റെ പെണ്ണല്ലേ, അതിനെന്താടാ, ഒന്ന് അഭിനയിക്കാൻ മനസ്സറിഞ്ഞ് ചെയ്തെങ്കിലേ ആവുള്ളൂ. ഒന്ന് അഭിനയിക്കാൻ നിനക്ക് ഇത്ര പാടുണ്ടോ? എന്നിട്ട് നിക്കാഹ് കഴിച്ച് കൂടെ കൂട്ടിക്കൊണ്ടുവന്നു ഇതിൻ്റെ ഫുൾ ചിലവ് കാര്യങ്ങൾ എല്ലാം ഞാൻ നിർവഹിച്ചിരിക്കും, ഒന്നും നീ അറിയണ്ട. കൂട്ടിക്കൊണ്ടുവന്നിട്ട് നേരെ മണിയറിലേക്കാക്കും. ആരുടെ? എൻ്റെ. എന്നിട്ട് മോനെ, എനിക്ക് കുറച്ച് കാര്യങ്ങൾ അവളോട് എണ്ണി ചോദിക്കാനുണ്ട്. ആദ്യം, എങ്ങനെയുണ്ട്? എടാ നീ എന്തൊക്കെയാണ് പറയുന്നത്? എൻ്റെ ഒരു ഭാര്യയായിരുന്നു അവൾ. ആര്? ഹാദിയ. അവളെ കാലുകളെ മുറിച്ചിട്ടു. എന്താ? അവളെനിക്ക് എന്തൊരു പക അവളോട്, ഒരു ദേഷ്യം. അവളെ ഞാൻ റൂമിലേക്ക് കൊണ്ടുവന്നിട്ട് എന്ത് ചെയ്തെനിക്കറിയോ? ബെഡിൽ പോലും ഇരിക്കാൻ സമ്മതിച്ചില്ല. ബെഡിൽ അവൾ അറിയാതെ കൊണ്ട് ഇരുന്നു പോയി. ഞാൻ ഞെട്ടിച്ചോ, എന്താടി ഇവിടെ ആരാനോട് ഇരിക്കാൻ പറഞ്ഞത് എന്ന് പറഞ്ഞിട്ട്. ആ മൂലയിലൊരു സോഫ എടുക്കണ്ടായിരുന്നു, ആ സോഫയിൽ ചുരുണ്ടുകൂടി കിടന്നു. ശരിക്കൊരു പുതപ്പോ ഒന്നും ഞാൻ കൊടുത്തില്ല. എനിക്കതൊരു ഹോബിയാണടാ. ചില പെൺകുട്ടികൾ എങ്ങനെ ഇടങ്ങാറാക്കുക, പീഡിപ്പിക്കുക, അവരെ ബുദ്ധിമുട്ടാക്കുക. അടുത്ത് റിസ്വാന വക്കീലാണ്. അവളെ എൻ്റെ റൂമിലേക്ക് ആ സ്നേഹത്തോടെ അങ്ങ് കൂട്ടിക്കൊണ്ടുവരും. എന്നാൽ അവൾ ആ നിമിഷം തിരിച്ചറിയും,
എന്നെ നിക്കാഹ് കഴിച്ച ആളിതല്ലല്ലോ എന്ന് എൻ്റെ മുഖം അവൾ കാണും. അതെ, അവളൊന്ന് പേടിപ്പിക്കണം, അതാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ജസീറ, ഇത് കയ്യാങ്കളിയാണ് കേട്ടോ, ഈ കളിക്ക് ഞാനില്ല. ആഹാ, നിനക്ക് തരാനുള്ളതൊക്കെ തന്ന് നീ പെണ്ണ് കാണാനൊക്കെ പോയി ചായയൊക്കെ കുടിച്ച് വന്നിട്ട് ഇപ്പോഴാണോ നീ അങ്ങനെ പറയുന്നത് ദുഷ്ട? അല്ല, അങ്ങനെയല്ല. നീ പറയുന്നതും ചെയ്യുന്നതൊക്കെ ആലോചിക്കുമ്പോഴേ അതൊരുപാട് കുറച്ച് അധികം കൂടിപ്പോയ ഐറ്റംസ് പോലെയാണല്ലോ തോന്നുന്നത്. അതെ, നിനക്ക് പേടിയാണെങ്കിൽ നിനക്ക് പോകാം, ഞാൻ വേറെ ആളെ നോക്കിക്കോളാം. ഞാനല്ലേ അങ്ങോട്ട് കാണാനൊക്കെ ചെന്നത്, അപ്പോൾ അതൊന്നും വിഷയമേ അല്ല. നിന്നെപ്പോലത്തെ എത്രണ്ണത്തിന് വേണമെങ്കിലും എനിക്ക് കണ്ടുപിടിക്കാൻ കഴിയും. പക്ഷേ ആ ചതി അത് അത്രക്കും ക്രൂരമായതുകൊണ്ട് അവനക്ക് തീരെ അങ്ങ് ഇഷ്ടപ്പെട്ടില്ല. എത്ര ക്യാഷൊക്കെ തന്നാലും അത് അവളെ ഞാൻ നിക്കാഹ് വെച്ച് കൊണ്ടുപോയിട്ട് അവൻ്റെ മണിയറയിലേക്ക് എന്താന്നില്ലേ പറയുന്നതിനും വേണ്ടേ ഒരിത്. എടാ ജസീർ, നീ പറയുന്നത് ശരിക്കും പൊട്ടത്തരാണ്. അങ്ങനത്തെ ഒരു പരിപാടിക്കും ആരും നിൽക്കില്ല. നീ ഈ ഒരു കളി വിട്, ഇതെനിക്ക് പേടിയുള്ള വിഷയമാണ്. പേടിത്തൊണ്ട, ഇത്രയധികം പേടി പാടില്ല. ആണുങ്ങളായനെ ആണത്തം വേണം. ആണത്തമുള്ളവർക്ക് ധൈര്യം ഉണ്ടാവുള്ളൂ. നിനക്കെന്താ ഒന്നും ഇല്ലേ? വെറുതെ ആ പെണ്ണിനെ മുമ്പിൽ പോയി ഇളിച്ച് കാട്ടിക്കൊണ്ട് പോരേ. ഞാൻ എന്തിനു വേണ്ടിയിട്ടാണ് നിന്നെ എടുത്തത്? നിനക്ക് എത്ര ക്യാഷ് ഞാൻ തന്നത് അത് പറ. എൻ്റെ കൂടെ നിന്നിട്ടില്ലെങ്കിൽ ചവിട്ടി ഞാൻ ഇറക്കും, നോക്കിക്കോ. ശരിക്കും ജസീറിൻ്റെ സ്വഭാവ വൈകല്യം അതവനക്ക് നന്നായിട്ട് ദേഷ്യം പിടിക്കുകയും ചെയ്തത്. എന്തിന്? നീ പറഞ്ഞ ഡ്യൂട്ടി നന്നായിട്ട് കൊണ്ട് ചെയ്തിട്ടുണ്ട്. അതിലൊരു കുറവും, അതെൻ്റെ ഉമ്മയെ വരെ ഞാൻ ഉൾപ്പെടുത്തിയിട്ട് അതിലൊരു കുറവും ഞാൻ വരുത്തിയിട്ടില്ല. പക്ഷെ നീയാണ് മോശം. നീ അത്രക്കും മോശമായ രീതിയിൽ നിക്കാഹ് കഴിച്ചിട്ട് നിൻ്റെ മണിയറയിലേക്ക് കൊണ്ടുപോകുന്നൊക്കെ പറയുമ്പോഴേ എന്താടാ ഇത്? ഇതെന്താ വെള്ളരിക്കപ്പെട്ടനോ? നാണമില്ലല്ലോ. എടാ, എന്നെ കൂടുതൽ നീ ക്വസ്റ്റ്യൻ ചെയ്യണ്ട. ജസീറിനറിയാം ഞാൻ എന്ത് ചെയ്യുന്നൊക്കെ. പിന്നെ എന്നെ കൂടുതലായിട്ട് അങ്ങനെ ഇളക്കാൻ നിൽക്കണ്ട, മനസ്സിലായല്ലോ? എന്നാൽ അവന് വല്ലാത്തൊരു നിരാശ തോന്നി. ആ ഒരു പെണ്ണിനെ ചതിക്കാൻ വേണ്ടിയിട്ടാണല്ലോ, അതും അത്രക്കും നല്ലൊരു വക്കീൽ, ഒരു ഉദ്യോഗസ്ഥയായ പെണ്ണിനെ ചതിക്കുക. ഇവൻ്റെ ചതിയിൽ വിട്ടിട്ട് ഞാൻ അവളെ നിക്കാഹ് ചെയ്യണം, എന്നിട്ട് അവൻ്റെ മണിയറയിലേക്ക് എന്താന്നില്ലേ പറയുന്നതിനുമില്ലേ ഒരു നാണവും മാനമൊക്കെ അവന് മനസ്സിൽ വിചാരിച്ചു. എന്താടാ നീ ആലോചിക്കണത്? വേണ്ടാത്ത എന്തെങ്കിലുമൊക്കെ ആലോചിച്ചിട്ടുണ്ടെങ്കിലേ നിനക്കറിയാമല്ലോ ജസീറിനെ, വെച്ചേക്കില്ല ഞാൻ, ഓർത്തോ. സൂക്ഷിച്ചാൽ ദുഃഖിക്കേണ്ട. കൂടെ കൂടുന്നതിന് കുഴപ്പമില്ല, പക്ഷേ നീ എങ്ങാനും ചതിയോ വഞ്ചനയോ ആയിട്ട് മുന്നോട്ട് പോവുകയാണെങ്കിൽ തല കാണില്ല നിൻ്റെ, അതോർത്തോ. എന്നാൽ വക്കീലിനെ ചതിയിൽ പെടുത്തുകയാണ്. ഇത്രമാത്രം ചതി പ്രതീക്ഷിച്ചിട്ടില്ലായിരുന്നു. എന്നാൽ അവനെക്കൊണ്ട് നിക്കാഹ് കഴിപ്പിച്ച് പിന്നെ മറ്റൊരു മണിയറയിലേക്ക് ആക്കി കൊടുക്കാന്നൊക്കെ പറഞ്ഞപ്പോൾ ശരിക്കും ഇവൻ്റെ മനസ്സും ഒന്ന് നൊന്തുപോയി. പഠിച്ചോനെ, ഇത് വല്ലാത്തൊരു ചതിയാണല്ലോ. ഒരുപാട് കേട്ടിട്ടുണ്ട്, പക്ഷേ ഇങ്ങനൊരു ചതി അതാദ്യമായിട്ടാണ്. എന്നാൽ ഇതെങ്ങനെയെങ്കിലും റിസ്വാന വക്കീലിൻ്റെ പിതാവിനെ ഒന്ന് അറിയിക്കണം, അല്ലെങ്കിൽ അവളെ അറിയിക്കണം എന്നുള്ള ഒരു ആഗ്രഹമായിരുന്നു അവൻക്കുണ്ടായിരുന്നത്. എന്നാൽ ആലോചിച്ച് നിൽക്കുന്ന അവനെ കണ്ട ജസീറിൻ്റെ മുഖഭാവം മാറി. നീ എന്താ ഉറ്റിക്കൊടുക്കാൻ അങ്ങനെ വിചാരിക്കുന്നുണ്ടോ? അഥവാ എന്തെങ്കിലും നീ പറഞ്ഞു കഴിഞ്ഞാലുണ്ടല്ലോ, നോക്കിക്കോ, ഇല്ലായ്മ ചെയ്യും ഞാൻ, അത് മറക്കണ്ട. ജസീർ, ഞാൻ ഒരു കാര്യം പറയാം. നമ്മൾ ചെയ്യുന്ന ചതിയാണ്, അങ്ങനെ ചെയ്യാൻ പാടില്ല. കാരണം ആ പെൺകുട്ടി എന്ന് വെച്ചാൽ അത്രയും വർഷങ്ങൾ പഠിച്ച് നല്ല ഉദ്യോഗസ്ഥയായ ഒരു കുട്ടിയാണ്. ആ കുട്ടിയെ നമ്മൾ ചതിക്കുന്നത് ശരിയാണോ? നീ പറയുന്നത് എന്താ? അവളെ നിക്കാഹ് കഴിച്ചിട്ട് അവളെ കൊണ്ടുപോയിട്ട് ഞാനവളെ പീഡിപ്പിക്കുന്നു. എന്തിനാണ്? എന്ത് കാര്യത്തിന്? അവൾ സത്യത്തിന് വേണ്ടിയിട്ടല്ലേ പൊരുതിയത്? സത്യം പറഞ്ഞാൽ നിൻ്റെ ഭാഗത്തിനല്ലേ തെറ്റ്. നീയല്ലേ ആ പെൺകുട്ടിയെ ആക്സിഡൻ്റ് ആക്കിയത്, നിൻ്റെ ഭാര്യയായ അവളെ. എന്തിനാടാ ജസീറെ നീ ഇങ്ങനെയൊക്കെ? എന്നാൽ ജസീറിൻ്റെ കണ്ണും മുഖവും ചുവന്നു. അവൻ്റെ നേർക്ക് പറഞ്ഞു, അപ്പം നീ എന്നെ ചതിക്കാൻ വേണ്ടിയിട്ടായിരുന്നു നീ അല്ലേ? നീ ചതിയനാണ് എനിക്ക് കണ്ടപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ട്. പിന്നെ ഞാൻ തന്ന ക്യാഷും എടുക്ക്. ക്യാഷോ? അത് ഉമ്മയുടെ ഓപ്പറേഷന് വേണ്ടി, ഉമ്മക്ക് ചെറിയൊരു ഓപ്പറേഷൻ കാര്യം ഉണ്ടായിരുന്നു, അതിന് വേണ്ടിയിട്ട് ഞാനത് കെട്ടി. നീ എന്നോട് അത് തിരിച്ചു ചോദിക്കുമെന്ന് പറഞ്ഞില്ലല്ലോ. അത് എനിക്ക് ക്യാഷിൻ്റെ ആവശ്യമുണ്ടായപ്പോഴല്ലേ ഈ ഡ്യൂട്ടിക്ക് എന്നെ നീ ഏൽപ്പിച്ചത്? ഒരു പെണ്ണ് കാണാൻ പോകുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് അല്ലേ? അതൊരിക്കലും നീ തിരിച്ചു വാങ്ങുന്നത്. ഇനി ഇൻഷാ അല്ലാ ഞാനത് ജോലി എടുത്ത് വീട്ടിൽ തരാം. എൻ്റെ ഉമ്മക്ക് ഓപ്പറേഷനത്തിന് വേണ്ടിയിട്ട് അത് അന്ന് നീക്കി വെച്ചിട്ടുണ്ട് ഞാൻ.
എന്നാൽ ജസീർ ഒട്ടും കരുണ കാണിക്കുന്നില്ല. എടാ, എൻ്റെ ക്യാഷ് മര്യാദക്ക് തന്നോ, അല്ലെങ്കിൽ നിൻ്റെ ഉമ്മയും ഉണ്ടാവില്ല, നീയും ഉണ്ടാവില്ല. നീ എന്ത് കരുതിയിട്ടാണ്? നീ ചതിക്കായിരുന്നില്ലേ എൻ്റെ കൂടെ നിന്ന്? അല്ലടാ, ഒരിക്കലും അല്ല. അങ്ങനെ ചെയ്യുന്നത് ശരിയല്ലെന്ന് പറഞ്ഞാണ്. കാരണം ആ പെണ്ണിൻ്റെ ഒരാളെ ജീവിതം നീ നശിപ്പിച്ചു അല്ലേ? ഒരാളെ കാലുകൾ ഒടിച്ചിട്ട് അത് വീൽ ചെയറിലാണിപ്പോൾ. ഇനി എന്തിനാണ് ആ ഒരു പെൺകുട്ടിയെ നശിപ്പിക്കുന്നത്? അവളെ ഞാൻ വീൽ ചെയറിലല്ല, കിടത്തത്തിലായിരിക്കും. അതെ, കാലാകാലം നിരകിച്ച് കിടക്കുന്ന രീതിയിലായിരിക്കും അവളെ ഞാൻ കാട്ടുക. നോക്കിക്കോ. എന്താ നിനക്ക് നിൻ്റെ ഭാര്യമാരോടൊക്കെ ഇത്ര അധികം ഒരു പകയും ദേഷ്യവും? നീ മിണ്ടാതിരിക്കുക. ഇതിനെക്കുറിച്ച് നീ ഒന്നും പറയണ്ട. അത് എന്ത് വേണമെന്ന് എനിക്കറിയാം. മാനമര്യാദയിൽ അവളെ പോയി നിക്കാഹ് കഴിക്കണം. അതിനപ്പുറത്തേക്കായിട്ട് വേറൊന്നും നീ പറയണ്ട. എന്നാൽ അവന് വല്ലാത്ത ഭയം തോന്നി. ജസീർ, എന്നെക്കൊണ്ടാവില്ലതിന്. ചതിക്കാൻ, ഒരു പെണ്ണിനെ ചതിക്കാൻ എന്നെക്കൊണ്ടാവില്ല. ശരിയാണ്, ആദ്യം പണത്തിൻ്റെ ബുദ്ധിമുട്ട് കൊണ്ട് ഞാൻ അങ്ങനെ അഭിനയിച്ചു. പക്ഷെ നീ പറഞ്ഞത് കേട്ടപ്പോൾ എനിക്ക് ഭയം തോന്നാണ്. ഞാൻ കരുതി നീ, പക്ഷേ അങ്ങനെയല്ലല്ലോ. നീ അവളെ പീഡിപ്പിക്കും, കൊല്ലും, എന്തൊക്കെയാണല്ലോ പറയുന്നത്. അതുകൊണ്ട് ദയവായി എനിക്കതിന് കൂട്ടു നിൽക്കാനാവില്ല. എടാ എന്ന് പറഞ്ഞുകൊണ്ട് അവൻ്റെ നേർക്ക് അത് ജസീർ പാഞ്ഞെടുക്കുന്നു. എടുക്കടാ എൻ്റെ ക്യാഷ് എന്ന് പറഞ്ഞ് അവൻ്റെ കോളറിന് പിടിച്ച് അത് ചുമരിലേക്ക് ശക്തമായി ഉന്തുന്നു. ഞാൻ തരാം, ഞാൻ ജോലി എടുത്തിട്ട് എന്തായാലും തരാം, പ്ലീസ് എന്നെ ഉപദ്രവിക്കരുത്. കൂടെ നിന്ന് ചതിക്കുക, അതാണല്ലേ നിൻ്റെ ഉദ്ദേശം? അങ്ങനെയല്ല ഞാൻ പറഞ്ഞത്. എന്തിനാണ് ആ പെൺകുട്ടിയുടെ ഭാവി നശിപ്പിക്കുന്നതെന്നാണ്. കാരണം ആ പെൺകുട്ടി അത്രയധികം കഷ്ടപ്പെട്ട് പഠിച്ചുണ്ടാക്കി ഒരു വക്കീലായി. എന്നിട്ടിപ്പോൾ എന്തിനാണ് അവളെ കഷ്ടപ്പെടുത്തുന്നത്? ആദ്യ ഒരു പെണ്ണിനെ ഏതായാലും നീ പാതി വഴിയിലാക്കി. അത് ഒരിക്കൽ പോലും എഴുന്നേറ്റ് നടക്കാൻ പറ്റാത്ത രീതിയിൽ. ഇനി ഇവളെങ്കിലും വെറുതെ വിട്ടൂടെ? അയാൾ അതാ അവനോട് കേണപേക്ഷിച്ചു. എന്നാൽ ജസീറിന് വാശിയും ദേഷ്യവും കൂടുകയായിരുന്നു. ജസീർ ഉദ്ദേശിക്കുന്ന പോലെ നടക്കുമോ? അതോ ഇവൻ അത് നേരെ വക്കീലിനോട് പോയി പറഞ്ഞു കൊടുക്കുമോ? അവൻ്റെ മനസ്സിൽ അത് എങ്ങനെയെങ്കിലും അഡ്വക്കേറ്റിനോട് പറയണം, പറഞ്ഞിട്ട് അവൾ അതിൽ നിന്ന് പിന്തിരിപ്പിക്കണം എന്ന് തന്നെയായിരുന്നു അവൻ്റെ ഉദ്ദേശം. എന്തൊക്കെ തന്നെ ഇൻഷാ അല്ലാഹ് നമുക്കിതിൻ്റെ ബാക്കി ഭാഗം നാളെ കാണാം. അതുവരേക്കും എല്ലാവർക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.